നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ നീക്കം നിർഭാഗ്യകരമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് PJ ജോസഫ്. പുതിയ കൂട്ടുകെട്ട് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. പ്രാദേശിക തലത്തിൽ UDFന് പിന്തുണ നൽകാനായിരുന്നു പാർട്ടി തീരുമാനമെന്നും PJ ജോസഫ്. വിവാദമായ മണക്കാട് പ്രസംഗത്തിൽ മന്ത്രി M. മണിക്കെതിരായ ഒരു കേസ് കോടതി തള്ളി. M. മണിയുടെ വിടുതൽ ഹർജി കോടതി അംഗീകരിച്ചു. വേനൽ മഴ ചതിച്ചതോടെ ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. അണക്കെട്ടിൽ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ വർഷത്തേക്കാൾ 11 അടി വെള്ളം കുറവ്. ഇല്ലാത്ത പദ്ധതിയുടെ ധനസഹായത്തിന് അപേക്ഷയുമായി ആയിരങ്ങൾ ജില്ലാ കളക്ടറിൽ. ജനസാന്ത്വന പദ്ധതിയുടെ അപേക്ഷയുമായി എത്തിയത് 6000-ഓളം വിധവകൾ. വാർത്ത വിശദമായി. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ നീക്കം നിർഭാഗ്യകരമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ്. പുതിയ കൂട്ടുകെട്ട് പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടില്ല. പ്രാദേശിക തലത്തിൽ UDFുമായി സഹകരിക്കാനായിരുന്നു ചരൽക്കുന്ന് ക്യാമ്പിലെ തീരുമാനമെന്നും PJ ജോസഫ് പറഞ്ഞു. പുതിയ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളെ പറ്റി പാർട്ടിയുടെ ഒരു ഫോറത്തിലും ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടില്ല. പ്രാദേശിക തലങ്ങളിൽ UDF ഉണ്ടായിട്ടുള്ള ധാരണ തുടരണമെന്നാണ് ചരൽക്കുന്നിലെ തീരുമാനം. അതിന് വ്യത്യസ്തമായി കോട്ടയത്ത് പ്രാദേശികമായ തീരുമാനമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അത് നിർഭാഗ്യകരമായി പോയി. ഇല്ല, ചർച്ച ചെയ്യാൻ പോകുന്നുള്ളൂ. ഇല്ല, ഇത് എതിർപ്പെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പുതിയ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. പാർട്ടി തലത്തിൽ ചർച്ച ചെയ്ത് തീരുമാനം എടുത്തിട്ടില്ല. അതെല്ലാം പാർട്ടിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതുവരെ ചർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. വലിയ ചതിയാണെന്നാണ് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയൊക്കെ പറയുന്നത്. വിവാദമായ മണക്കാട് പ്രസംഗത്തിൽ മന്ത്രി M. മണിക്കെതിരായ ഒരു കേസ് കോടതി തള്ളി. M. മണി സമർപ്പിച്ച വിടുതൽ ഹർജി കോടതി അംഗീകരിച്ചു. തൊടുപുഴ മണക്കാട് 2012 മെയ് 20-ന് M. മണി നടത്തിയ പ്രസംഗമാണ് കേസിന് കാരണമായത്. 1, 2, 3 എന്ന് പട്ടിക തയ്യാറാക്കി രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്തിയിട്ടുണ്ടെന്നായിരുന്നു M. മണിയുടെ വെളിപ്പെടുത്തൽ. പ്രസംഗത്തിന്റെ അടിസ്ഥാനത്തിൽ M. മണിക്കെതിരെ പോലീസ് കേസെടുത്തു. 45 ദിവസത്തെ ജയിൽവാസവും അനുഭവിച്ചു. കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് M. മണി തൊടുപുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. ഈ വിടുതൽ ഹർജി അംഗീകരിച്ചുകൊണ്ടാണ് M. മണിക്കെതിരായ കേസ് കോടതി തള്ളിയത്. മണിയാശാൻ മണക്കാട് നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ തൊടുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസ് തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരായി എടുത്ത കേസ് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു എന്ന് തന്നെ മനസ്സിലാകുന്ന തരത്തിലാണ് ഇന്ന് ഈ വിധി വന്നിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെ ഈ കേസ് തുടരരുതില്ലെന്നും അദ്ദേഹത്തിനെ കുറ്റമുക്തനായിക്കൊണ്ട് തൊടുപുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് തൊട്ടുമുമ്പ് വന്നിട്ടുള്ളതാണ്. ഈ കേസ് വെറും കൃത്രിമമായി സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു കേസാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം അന്ന് നടത്തിയ വിവാദ പ്രസംഗം തന്നെ അതിൽ കുറ്റമുക്തനായിക്കൊണ്ടാണ് ഇപ്പോൾ ഉത്തരവ് വന്നിട്ടുള്ളത്. അപ്പൊ അതേ തുടർന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് പിന്നെ നിലനിൽപ്പില്ലല്ലോ. പ്രസംഗത്തിന്റെ ശബ്ദരേഖ ഫോറൻസിക് വിദഗ്ധർ പരിശോധിച്ച ശേഷം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കില്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദം കോടതി അംഗീകരിച്ചു. M. മണിക്ക് വേണ്ടി ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായ S. ശ്രീകുമാർ ഹാജരായി. വേനൽ മഴ ചതിച്ചതോടെ ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാൾ 11 അടി വെള്ളം ഇത്തവണ അണക്കെട്ടിൽ കുറവാണ്. 3 ആഴ്ച കഴിഞ്ഞാൽ കാലവർഷം എത്തുമെന്ന പ്രതീക്ഷയിലാണ് KSEB. വേനൽ മഴ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതാണ് ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ന്ന നിലയിൽ തുടരുവാൻ കാരണം. ഒരു മാസത്തിനിടയിൽ പല പ്രാവശ്യം മഴ ലഭിച്ചു എങ്കിലും ഇതിലൂടെ നീരൊഴുക്ക് ഗുണകരമായി ലഭിച്ചില്ല. 2309.64 അടിയാണ് ഇന്നത്തെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 2321.3 അടിയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കണക്ക് പരിശോധിക്കുമ്പോൾ 11.60 അടിയുടെ കുറവാണ് ഈ വർഷമുള്ളത്.
കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ 7.4 മില്ലിമീറ്റർ മഴയാണ് പദ്ധതി പ്രദേശത്ത് രേഖപ്പെടുത്തിയത്. 32 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇടുക്കിയിലെ ഇന്നത്തെ ഉയർന്ന താപനില. മൂലമറ്റം വൈദ്യുതി നിലയത്തിൽ ഉൽപാദനം പതിവ് രീതിയിൽ തുടരുന്നുണ്ട് എങ്കിലും കേന്ദ്ര പോളിൽ നിന്നും വൈദ്യുതി കടമെടുത്താണ് പവർ കട്ട് എന്ന പ്രതിസന്ധി തരണം ചെയ്യുന്നത്. 3 ആഴ്ച കൂടി പിന്നിട്ടാൽ കാലവർഷം ആരംഭിക്കും എന്ന വിലയിരുത്തലിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉള്ളത്. ഇല്ലാത്ത പദ്ധതിയിൽ ധനസഹായ അപേക്ഷയുമായി ആയിരക്കണക്കിന് വിധവകൾ ഇടുക്കി കളക്ടറേറ്റിലെത്തി. ജനസാന്ത്വന പദ്ധതിയുടെ അപേക്ഷയുമായാണ് ഇതിനോടകം 6000-ഓളം പേർ എത്തിയത്. ജനസാന്ത്വനം പദ്ധതി എന്ന പേരിലുള്ള അപേക്ഷാ ഫോറങ്ങൾ വാങ്ങിയാണ് വിധവയായ സ്ത്രീകൾ കളക്ടറേറ്റിലേക്ക് എത്തുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 6000-ൽ പരം സ്ത്രീകൾ ഇതിനോടകം കളക്ടറേറ്റിൽ എത്തിക്കഴിഞ്ഞു. എവിടെ നിന്നോ ഉണ്ടായ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ എത്തുന്നത്. ഇത്തരത്തിൽ ഒരു പദ്ധതിയെക്കുറിച്ച് അറിയില്ല എന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. എന്നാൽ അപേക്ഷകൾ സ്വീകരിക്കുവാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ത്രീകളുടെ വരവ് കളക്ടറേറ്റിലേക്ക് കൂടിയതോടുകൂടി ഗ്രാമപഞ്ചായത്തുകളിൽ അപേക്ഷ സ്വീകരിക്കുവാനാണ് കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തങ്ങളുടെ അയൽവാസി അപേക്ഷ നൽകി എന്നതിനാലാണ് തങ്ങളും അപേക്ഷയുമായി വന്നതെന്നാണ് ഈ സ്ത്രീകൾ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ സഹായ നിധിയിൽ നിന്ന് 10,000 രൂപ ലോൺ കിട്ടും. വീടില്ലാത്തവർക്ക് വീട്, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം, അതെല്ലാം കൊടുക്കുന്നത്. അത് അതിന്റെ മരണ സർട്ടിഫിക്കറ്റും ആധാർ, രജിസ്റ്റർ, ഐഡന്റിറ്റി കാർഡ് ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് വിധവകൾക്ക് 10,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. അതിന് അതേപറ്റി വിശദമായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. എങ്കിലും അറിഞ്ഞാണ് ഞങ്ങളിവിടെ അപേക്ഷ കൊടുക്കാൻ വന്നിരിക്കുന്നത്. ഞങ്ങളോട് ആൾക്കാർ പറഞ്ഞറിഞ്ഞു. ഇവിടെ അടുത്തുള്ള അയൽക്കാരൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ അറിഞ്ഞത്. പിന്നെ വിധവകൾക്ക് സഹായം കിട്ടുന്നു എന്ന് അറിഞ്ഞു. അപ്പോൾ എൻ്റെ വാർഡിലുള്ളവരെ, സമീപ വാർഡിലുള്ളവരെ ഒക്കെ ഞാൻ സഹായിക്കാനായിട്ട് വന്നതാണ്. മറ്റുള്ളവർക്ക് കിട്ടുകയും ഞങ്ങളുടെ വാർഡിലുള്ളവർക്ക് കിട്ടാതിരിക്കുന്ന ജനങ്ങൾ, അവിടുത്തെ വിധവകളായ ആൾക്കാർ പിന്നെ മെമ്പർ ഇത് അറിയിച്ചില്ലല്ലോ എന്ന് പരാതി പറയും. ഞാൻ സൗജന്യമായിട്ട് ഇവരുടെ കൂടെ വരികയും എഴുതി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇത്തരത്തിൽ ഒരു പ്രചാരണം എവിടെ നിന്ന് ഉണ്ടായി എന്ന് അന്വേഷിക്കുവാൻ പോലീസ് ഇന്റലിജൻസോ ജില്ലാ ഭരണകൂടമോ തയ്യാറായിട്ടില്ല. ഇതിന് ശ്രമിക്കാതെ അപേക്ഷകൾ സ്വീകരിക്കുവാനാണ് ഇവർ പറയുന്നത്. ജില്ലയിലെ അതിർത്തി മേഖലയായ മൂന്നാർ, വട്ടവട, മറയൂർ, പൂപ്പാറ, കുമളി, കുട്ടിക്കാനം മേഖലകളിൽ നിന്ന് വരെയും അപേക്ഷകർ കളക്ടറേറ്റിൽ എത്തുന്നുണ്ട്. ഏറെ ദുരിതം സഹിച്ചാണ് ഇവർ ജില്ലാ ആസ്ഥാനത്ത് എത്തുന്നത്. എന്നാൽ നിരാലംബർ ഇത്രയും ദുരിതം അനുഭവിക്കുമ്പോഴും ഇതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ജനങ്ങളിൽ എത്തിക്കുവാൻ ജില്ലാ ഭരണകൂടം പരാജയപ്പെടുകയാണ്. മൂന്നാറിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ദേവികുളം ആർഡിഒ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി ES ബിജു ധർണ ഉദ്ഘാടനം ചെയ്തു. മൂന്നാറിലെ മുഴുവൻ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിന് സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ദേവികുളം ആർഡിഒ ഓഫീസിലേക്ക് ധർണ നടത്തി. ദേവികുളം ഇറച്ചിപ്പാറയിൽ നിന്നും ആരംഭിച്ച ധർണ ഐക്യവേദിയുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ES ബിജു ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് സെക്രട്ടറി മനോജ്, ജില്ലാ സെക്രട്ടറിമാരായ രവീന്ദ്രൻ നായർ, സന്തോഷ്, താലൂക്ക് പ്രസിഡന്റ് മധു, സെക്രട്ടറി ബാബു എന്നിവർ പങ്കെടുത്തു. മൂന്നാറിൽ കയ്യേറ്റം വ്യാപകമാകുമ്പോൾ സർക്കാർ അലസത കാട്ടുകയാണെന്നും സമരക്കാർ ആരോപിച്ചു. കേരളത്തിൽ 3 ലക്ഷത്തോളം ഭൂരഹിതർ 3 സെന്റ് പോലും ഭൂമിയില്ലാത്തവരായിട്ടുണ്ട്. ഭൂമിയില്ലാത്തതിന്റെ പേരിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ചിട്ടുള്ള പാർപ്പിടം ലഭിക്കാൻ സാഹചര്യമില്ലാത്തവരാണ് ഇവരെല്ലാവരും. കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ റോഡ് പുറമ്പോക്കിലെയും തോട്ടുപുറമ്പോക്കിലെയും ഭൂമികളിൽ പോലും കയ്യേറി അവരുടെ വാസസ്ഥാനം ഉറപ്പിക്കാൻ തയ്യാറായിട്ടില്ല. അവർ ഇവിടുത്തെ നിയമത്തെ അനുസരിക്കുകയും. ദേവികുളം താലൂക്കിലെ പട്ടയ വിതരണത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. കല്ലാർകുട്ടി പത്തുചെയിൻ മേഖലയിലെ കർഷകരുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. ദേവികുളം താലൂക്കിലെ കല്ലാർകുട്ടി പത്തുചെയിൻ മേഖലയിലെ കർഷകർ 65 വർഷമായി പട്ടയത്തിനായി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മാറി മാറി വരുന്ന സർക്കാരുകൾ പട്ടയം നൽകുമെന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ജലരേഖയായി മാറുകയാണ്. ഈ മാസം 21-ന് കട്ടപ്പനയിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന പട്ടയമേളയിലും പത്തുചെയിൻ പ്രദേശത്തെ അവഗണിച്ചിരിക്കുകയാണ്. എന്നാൽ നാളിതുവരെയും ഈ പ്രശ്നത്തിന് യാതൊരുവിധ പരിഹാരവും ഉണ്ടാകുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഈ സർക്കാർ ഇടുക്കി ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ പട്ടയം കൊടുക്കുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചപ്പോഴും ദേവികുളം നിയോജക മണ്ഡലത്തിൽ ഒരു പട്ടയം പോലും കൊടുക്കുവാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം.
ആ കൂട്ടത്തിൽ കല്ലാറുകുട്ടി മേഖലയിലെ പത്തുചീൻ മേഖലയിൽ വരുന്ന കൃഷിക്കാരുടെ കാര്യത്തിലും യാതൊരുവിധ തീരുമാനങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല. പട്ടയം ലഭിക്കാത്തതുകൊണ്ട് ഭൂമി സംബന്ധമായ ആനുകൂല്യങ്ങൾ പോലും ഇവർക്ക് ലഭ്യമല്ല. ഇതുമൂലം നിരവധി കുടുംബങ്ങളാണ് ദുരിതത്തിലായിരിക്കുന്നത്. ഞാൻ 3-ാം തലമുറ, ഞാൻ 60 വയസ്സ് കഴിഞ്ഞ ആളാണ്. എൻ്റെ മോൻ 4-ാം തലമുറയായി. ഇതുവരെയും ഈ ഭൂമിക്ക് ഒരു രേഖയോ റെക്കോർഡുകളോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഈ തവണത്തെ പട്ടയമേളയിൽ ദേവികുളം താലൂക്കിനെ പ്രത്യേകിച്ച് പരിഗണിക്കുമെന്നും ഞങ്ങളുടെ കല്ലാറുകുട്ടി ഏരിയയ്ക്ക് പട്ടയം കിട്ടും എന്ന് ശുഭ പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഈ അടുത്ത ദിവസങ്ങളാണ് അറിയുന്നത് ദേവികുളം താലൂക്കിലേക്ക് ഈ പട്ടയമേളയിൽ പട്ടയമില്ലാമെന്നും ഞങ്ങളുടെ കാര്യത്തിൽ ഗവൺമെൻറ് തലത്തിലും മറ്റ് വകുപ്പ് തലത്തിലും ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിലും അറിവിലും പറ്റുന്നത്. പട്ടയപ്രശ്നം ഉന്നയിച്ച് ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ കീഴിൽ കർഷക രക്ഷാസമിതി രൂപീകരിച്ച് റോഡ് ഉപരോധമടക്കമുള്ള പ്രതിഷേധങ്ങൾ നടത്തിയെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇടത് സർക്കാർ പട്ടയം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരം ആരംഭിക്കുവാനുമാണ് പ്രദേശവാസികളുടെ തീരുമാനം. ഏതാണ്ട് 65 വർഷമായി പട്ടയമില്ലാതെ ഞങ്ങൾ കർഷകർ, ഈ കല്ലാറുകുട്ടി മേഖലയിലുള്ള കർഷകർ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട് ഇത്ര കാലമായിട്ട് ഇത്ര ഗവൺമെന്റുകൾ മാറി മാറി വന്നിട്ട് ഞങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളോ ഞങ്ങളുടെ സാമ്പത്തികമായി മുന്നോട്ടൊന്നും നീങ്ങുവാനോ ഞങ്ങൾക്ക് ആകെ പട്ടയമില്ലാത്തതിൻ്റെ പേരിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് നഷ്ടമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. 1977 ജനുവരി 1 മുമ്പുള്ള കുടിയേറ്റ ഭൂമിക്കാണ് നിലവിൽ പട്ടയമേളയിലൂടെ പട്ടയം നൽകുന്നത്. എന്നാൽ ഭൂപ്രശ്നത്തിൽ ഏറെ സങ്കീർണതയുള്ള ദേവികുളം താലൂക്കിനെ സർക്കാർ അവഗണിക്കുകയാണെന്നാണ് വ്യാപക പരാതി. ജില്ലയിലെ മന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പ്രശ്നത്തിൽ ഇടപെടണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ദേവികുളം താലൂക്കിലെ 1500ഓളം അപേക്ഷകളാണ് റവന്യൂ വകുപ്പിന്റെ മുമ്പിലുള്ളത്. റീസർവേ നടപടികൾ പൂർത്തിയാക്കി എത്രയും വേഗം പട്ടയം നൽകുമെന്നാണ് റവന്യൂ വകുപ്പ് അറിയിച്ചത്. സ്ത്രീത്വത്തെ അപമാനിച്ച മന്ത്രി എം എം മണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് INTUC യുവജന വിഭാഗം മൂന്നാറിൽ പ്രകടനം നടത്തി. രാജിവെച്ചില്ലെങ്കിൽ എം എം മണിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. സ്ത്രീത്വത്തെ അപമാനിച്ച മന്ത്രി എം എം മണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് INTUC യുവജന വിഭാഗം ആരംഭിക്കുന്ന അനിശ്ചിതകാല പ്രക്ഷോഭത്തിന്റെ ആദ്യഘട്ടമായാണ് മൂന്നാറിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. മറയൂർ റോഡിൽ നിന്നുമാണ് പ്രകടനം ആരംഭിച്ചത്. തുടർന്ന് എം എം മണിയുടെ കോലം കത്തിച്ചു. പ്രതിഷേധ യോഗം KPCC വൈസ് പ്രസിഡന്റ് AK മണി ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് എത്രയും വേഗം എം എം മണി രാജിവെച്ച് കേരളത്തിന്റെ മാനം രക്ഷിക്കണം, കേരളത്തിന്റെ സംസ്കാരം രക്ഷിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. യുവജന വിഭാഗം ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് കാഞ്ഞിരവിള അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. INTUC സംസ്ഥാന ഭാരവാഹികളായ G മുനിയാണ്ടി, PR അയ്യപ്പൻ, ജെയിംസ് മാമൂട്ടിൽ, റീജിയണൽ പ്രസിഡന്റ് D കുമാർ, യുവജന വിഭാഗം നേതാക്കളായ മുരുകൻ C കടിച്ചിക്കടവ്, വിപിൻ ഇട്ടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. INTUC യുവജന വിഭാഗം ജില്ലാ പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷനായിരുന്നു. പ്രതിഷേധ പ്രകടനത്തിന് ജില്ലാ ഭാരവാഹികളായ സുബിൻ തോമസ്, അയ്യപ്പൻ പുളിയന്മല, ലിബിൻ ഉടുമ്പക്കൽ, ജോഷി രാജാക്കാട് തുടങ്ങിയവർ നേതൃത്വം നൽകി. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ എം എം മണി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ പ്രകടനം നടത്തി. KPCC വൈസ് പ്രസിഡന്റ് AK മണി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ മന്ത്രി എം എം മണി രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. മുദ്രാവാക്യം വിളികളുമായി ടൗൺ ചുറ്റിയ പ്രകടനം സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം KPCC വൈസ് പ്രസിഡന്റ് AK മണി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ജനങ്ങളെ, പാവപ്പെട്ട പെണ്ണുങ്ങളെ, സമൂഹത്തെ, തൊഴിലാളി സമൂഹത്തിനെ അവമാനിക്കുന്ന ഒരു മന്ത്രിയെ മന്ത്രിയായിട്ട് ഏറ്റ് ദേവികുളത്തുകാരനാണ്, മൂന്നാറുകാരനാണ് എന്ന് നമുക്ക് കണ്ട് മുന്നോട്ട് പോകാൻ നമുക്കാവില്ല. എം എം മണി ഈ അധികാരത്തിൽ തുടരാൻ പാടില്ല എന്നുള്ളതോടുകൂടി ശക്തമായ എതിർപ്പായി കോൺഗ്രസ് മുന്നോട്ട് പോകും. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് തോമസ് അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് ഇബ്രാഹിംകുട്ടി കല്ലാർ, കോൺഗ്രസ് നേതാക്കളായ റോയ് കെ പൌലോസ്, PV സ്കറിയ, ബാബു P കുര്യാക്കോസ്, KI ജീസസ്, PR സലീംകുമാർ, ഇൻഫൻ തോമസ്, MI ജബ്ബാർ, ഷിൻസ് ഏലിയാസ്, അനിൽകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. നിരവധി പ്രവർത്തകരും പ്രതിഷേധ പ്രകടനത്തിൽ പങ്കാളികളായി. ആദിവാസി ക്ഷേമസമിതി കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ചിയാർ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചു. AKS ഏരിയ കമ്മിറ്റി അംഗം KS രാജൻ ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. ആദിവാസികളെ ശത്രുക്കളായി കണ്ടുകൊണ്ട്
ആദിവാസി മേഖലയിലെ ആദിവാസികളുടെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും തടസ്സം നിൽക്കുന്ന ഒരു വകുപ്പായി വനം വകുപ്പ് കേരളത്തിൽ മാറിയിരിക്കുന്നു. ഒരു റോഡ് വെട്ടാൻ, കിണർ കുഴിക്കാൻ, വീട് വയ്ക്കാൻ, എന്തിന് മനുഷ്യന്റെ പ്രാഥമികമായ എല്ലാ ആവശ്യങ്ങളും തടസ്സപ്പെടുത്തിക്കൊണ്ട് ആദിവാസികളെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടുള്ള സമീപനം സ്വീകരിക്കുന്ന വനം വകുപ്പിനെതിരെ അതിശക്തമായ സമരം നടത്തുന്നതിൻ്റെ ഒരു സൂചന മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഇടുക്കി ജില്ലയിൽ 10 കേന്ദ്രങ്ങളിൽ നടത്തുന്ന സൂചനാ സമരം. വനം വകുപ്പിന്റെ ആദിവാസി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിക്കുന്നതിനും കാട്ടാനശല്യത്തിൽ നിന്നും കാടിന്റെ മക്കളെ രക്ഷിക്കുക, ആദിവാസികൾ നട്ടുവളർത്തിയ ആഞ്ഞലി, മാവ്, പ്ലാവ് തുടങ്ങിയ മരങ്ങൾ മുറിച്ചുപയോഗിക്കാൻ തടസ്സം നിൽക്കുന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുക, ആദിവാസി മേഖലകളിലെ റോഡ്, ഭവന നിർമ്മാണം, കുടിവെള്ള പദ്ധതികൾ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന വനം വകുപ്പിന്റെ നടപടി പ്രതിഷേധിച്ചുമാണ് ആദിവാസി ക്ഷേമസമിതിയുടെ നേതൃത്വത്തിൽ വനം വകുപ്പ് ഓഫീസ് ഉപരോധം സംഘടിപ്പിച്ചത്. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട 10 വനം വകുപ്പ് ഓഫീസിന് മുമ്പിലാണ് ഇന്ന് ഉപരോധം നടന്നത്. ആദിവാസി ഭൂമിയിലെ കിണർ കുഴിച്ചു പോകാൻ അനുവദിക്കോ? വെട്ടുപിടിപ്പിച്ച മരങ്ങൾ വെട്ടാൻ അനുവദിക്കോ? കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KN ബിനു, സുജിത് സുധാകരൻ, ബിന്ദു ശശി, CPM സ്വരാജ് ലോക്കൽ സെക്രട്ടറി KC ബിജു, AKS ഏരിയ സെക്രട്ടറി NC ശശി, നായൻ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. ഉപരോധ സമരത്തിൽ AKS ഏരിയ പ്രസിഡന്റ് G ശശികുമാർ അധ്യക്ഷനായിരുന്നു. മരിയാപുരം പഞ്ചായത്തിൽ പേയ്മെന്റ് സംവിധാനം നിലവിൽ വന്നു. നാളെ മുതൽ ഈ സംവിധാനം പൂർണ്ണമായും സജ്ജമാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കെട്ടിട നികുതി അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായാണ് പഞ്ചായത്ത് പൊതുജനങ്ങൾക്കായി പദ്ധതി ആരംഭിച്ചത്. വർദ്ധിച്ചുവരുന്ന തിരക്കുകൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസം ഏകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. വീട്ടിലിരുന്നോ ലോകത്തിൽ എവിടെ ഇരുന്ന് വേണമെങ്കിലും കെട്ടിട നികുതി അടയ്ക്കുവാനായിട്ടുള്ള സംവിധാനം പഞ്ചായത്ത് അതിന്റെ പൂർത്തീകരണത്തിലാണ്. മെയ് 4-ാം തീയതി ഇവിടെ മുഴുവൻ ഭരണസമിതി അംഗങ്ങളും ഈ പഞ്ചായത്തിൽ താമസക്കാരായ ഇവിടുത്തെ സ്റ്റാഫുകളും അത് അടയ്ക്കുകയും അതോടൊപ്പം തന്നെ അതിന്റെ ഉദ്ഘാടന കർമ്മം ഇവിടെ പഞ്ചായത്തിൽ വെച്ച് പൂർത്തീകരിക്കുകയും ചെയ്യും. ഈ മരിയാപുരം പഞ്ചായത്തിന്റെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ നാരാക്കാനും ഉപ്പോട് യാത്രാ സൗകര്യം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത്. ഈ പേയ്മെന്റ് വഴി അവർക്ക് ഏത് നിമിഷവും വീട്ടിലിരുന്നോ എല്ലാ സംവിധാനത്തിലും ഇത് ചെയ്യാൻ സാധിക്കും. യാത്രാ സൗകര്യം കുറഞ്ഞ മേഖലകളായ ഉപ്പുതോട്, നാരകക്കാനം തുടങ്ങിയ പ്രദേശത്തു നിന്നും പഞ്ചായത്തിൽ എത്താതെ തന്നെ ഈ സംവിധാനം പ്രയോജനപ്പെടുത്താൻ സാധിക്കും. വാട്ടർ അതോറിറ്റി കട്ടപ്പന ടൗണിൽ പൈപ്പ് സ്ഥാപിക്കുന്നതിൽ അപാകതയുള്ളതായി പരാതി. ആവശ്യത്തിന് കുഴിയെടുക്കാതെ പൈപ്പ് സ്ഥാപിക്കാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു. കട്ടപ്പന അശോക ജംഗ്ഷനിൽ ജല അതോറിറ്റി വകുപ്പ് പൈപ്പ് സ്ഥാപിക്കുന്ന നടപടിയിലാണ് പരാതി ഉയർന്നിരിക്കുന്നത്. 1 മീറ്റർ താഴ്ചയിൽ പൈപ്പ് കുഴിച്ചിടണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ 1/2 അടി പോലും കുഴിക്കാതെയാണ് പൈപ്പ് എടുത്തത്. അത് 2 അടിയെങ്കിലും താത്തിരേണ്ട പൈപ്പ് 1 ഇഞ്ച് പോലും താഴാതെ മണ്ണിന് മുകളിൽ നിർത്തിക്കൊണ്ട് ഇട്ടിരിക്കുന്ന ഈ അവസ്ഥ കടന്നു കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേന് ഈ ഇട്ടിരിക്കുന്ന കോൺക്രീറ്റ് പൊട്ടിപ്പോവുകയും അതിൻ്റെ മുകളിൽ കൂടെ വണ്ടികൾ കയറി അത് പൈപ്പ് പൊട്ടി ഒരാഴ്ചയ്ക്ക് അതിൻ്റെ ജോയിന്റുകൾ മാറി വീണ്ടും വഴി നശിക്കുന്ന ഒരവസ്ഥയിലേക്കുള്ള രീതിയിലുള്ള പണികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൈപ്പിട്ട ശേഷം ചെയ്യുന്ന കോൺക്രീറ്റിൽ ആവശ്യത്തിന് സിമന്റ് ഉപയോഗിച്ചിട്ടുമില്ല. ടൗണിൽ നല്ല തിരക്കുള്ള സമയത്തിലാണ് പൈപ്പ് സ്ഥാപിക്കുന്നത്. ഇത് കാരണം ടൗണിൽ മിക്ക സമയവും ഗതാഗത കുരുക്കിനും കാരണമായി തുടരുകയാണ്. യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടറും കൂടി നാട്ടുകാരെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒത്തുകളിയാണ്. അടിയന്തരമായി വാട്ടർ അതോറിറ്റിയും ഗവൺമെന്റും ഇതിനകത്ത് ഇടപെടുകയും ഇടപെടാത്ത പക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമരപരിപാടികളുമായി മുന്നോട്ട് പോവുകയാണ്. ക്രമവിരുദ്ധമായി പൈപ്പ് സ്ഥാപിക്കുന്നതിനെതിരെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നു. ഇതേ തുടർന്ന് പൈപ്പ് സ്ഥാപിക്കുന്നത് നിർത്തിവെച്ചു. സ്ഥാപിച്ച പൈപ്പുകൾ മാറ്റി 1 മീറ്റർ താഴ്ത്തിയിടണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. കട്ടപ്പന CSI സെന്റ് ജോൺസ് പള്ളിയുടെ ഡയമണ്ട് ജൂബിലി സമാപനം നാളെ മുതൽ 7-ാം തീയതി വരെ നടക്കും. ഇതിന്റെ ഭാഗമായുള്ള സംഗീത വിരുന്ന് ദേവാലയത്തിൽ നടന്നു. നാളെ രാവിലെ 9:30 റവറൻ ഡോക്ടർ KG ദാനിയേൽ പതാക ഉയർത്തുന്നതോടുകൂടി ജൂബിലി ആഘോഷ സമാപന ചടങ്ങുകൾക്ക് തുടക്കമാകും. 10 ഗീതോത്സവം, വൈകിട്ട് 7 ക്ലർജി മീറ്റും നടക്കും. ചടങ്ങുകൾക്ക് ഡോക്ടർ KJ സാമുവൽ, റവറൻ VS ഫ്രാൻസിസ്, റവറൻ ജസ്റ്റിൻ മണി എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. റവറൻ PV ചാക്കോ, റവറൻ OJ ജോർജ്, റവറൻ ജോസ്ലിൻ P ചാക്കോ, റവറൻ ഡോക്ടർ ബിനോയ് P ജേക്കബ് തുടങ്ങിയവർ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. ജൂബിലി സമാപന ചടങ്ങുകൾക്ക് മുന്നോടിയായി സംഗീത വിരുന്ന് നടന്നു.
6-ാം തീയതി രാവിലെ 9:30 സ്തോത്ര ശുശ്രൂഷ, വൈദികരെ ആദരിക്കൽ, സ്നേഹവിരുന്ന് എന്നിവയും നടക്കും. തുടർന്ന് വൈകിട്ട് 5:30 സന്ധ്യ ആരാധന, 6-ന് മെഴുകുതിരി പ്രദക്ഷിണവും നടക്കും. ജൂബിലിയുടെ സ്മരണാർത്ഥം യുവജനങ്ങളുടെ വ്യക്തിത്വ വികസനത്തിനും സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് സജ്ജരാക്കാനുമായുള്ള പരിശീലനത്തിനായി സ്റ്റുഡന്റ് സെന്റർ നിർമ്മിച്ചിട്ടുണ്ടെന്നും ഫാദർ ബിനു കുരുവിള ജോൺ, PV എബ്രഹാം, സജി വർഗീസ് എന്നിവർ അറിയിച്ചു. മറയൂർ അഞ്ചുനാട് മേഖലയിൽ ഉത്സവ ആചാരങ്ങളുടെ ഭാഗമായി ആഴിക്കുഴിയും ഗരുഡൻ തൂക്കവും നടന്നു. ദൈവപ്രീതിക്കായി നടത്തുന്ന കഠിനമായ ആചാരാനുഷ്ഠാനങ്ങളാണ് മറ്റു ഉത്സവങ്ങളെ അപേക്ഷിച്ച് അഞ്ചുനാട് ഉത്സവത്തെ വ്യത്യസ്തമാക്കുന്നത്. ഉത്സവങ്ങൾ ഏറെയുണ്ടെങ്കിലും മാരിയമ്മൻ ക്ഷേത്ര ഉത്സവമാണ് ഇതിൽ പ്രധാനം. ഉത്സവത്തിൽ അമ്മന് പ്രധാന പൂജകൾ നടക്കുമ്പോൾ ഭക്തർ വഴിപാടായി തീച്ചട്ടിയെടുക്കുന്നതും 10 മീറ്റർ നീളത്തിൽ 3 അടി കുഴിയിൽ ആളിക്കത്തി അണയുന്ന തീക്കനലിൽ നടക്കുന്നതും നാവിലും കവിളിലും മുതുകിലും ശൂലം കോർത്ത് വഴിപാട് നടത്തുന്നതും പതിവാണ്. ഇതിൽ കഠിനമായ വഴിപാടാണ് ഗരുഡൻ തൂക്കം. ഇത് വർഷം തോറും നടക്കുന്നത് കോവിൽക്കടവ് മാരിയമ്മൻ ഉത്സവത്തോടനുബന്ധിച്ചാണ്. ചൊവ്വാഴ്ച നടന്ന ഗരുഡൻ തൂക്കം മറയൂർ അരുണാക്ഷിയമ്മൻ ക്ഷേത്രത്തിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരത്തിൽ കോവിൽക്കടവ് മാരിയമ്മൻ ക്ഷേത്രത്തിൽ പൂജയോടുകൂടി സമാപിച്ചു. മിനി ലോറിയിൽ 10 അടി ഉയരത്തിൽ കമ്പുകെട്ടി ഇതിൽ 9 കയറുകളാൽ ഇടുന്ന കൊളുത്ത് കഴുത്തിലും മുതുകിലുമായി 7 കൊളുത്തും 2 കാലിലുമായി 2 കൊളുത്തുമായി പേശികളിൽ കൊളുത്തി തൂക്കിയാണ് ഗരുഡൻ തൂക്കം ആചരിക്കുന്നത്. ഇതിന് തമിഴിൽ പറവക്കാവടി എന്നാണ് അറിയപ്പെടുന്നത്. ഗരുഡനായ ഭക്തൻ തൂങ്ങിക്കിടക്കുമ്പോൾ ഭക്തനെ ഊഞ്ഞാലാട്ടിക്കൊണ്ടാണ് കിലോമീറ്ററുകൾ കടന്ന് ക്ഷേത്രത്തിലെത്തുന്നത്. ഇതിനിടയിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ ഗരുഡനായി തൂങ്ങിക്കിടക്കുന്ന ഭക്തനോട് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹം തേടുന്നു. ക്ഷേത്രത്തിൽ ചെന്ന് കൊളുത്തഴിച്ച് ഭസ്മം പൂശുന്നതോടെ ചടങ്ങുകൾ സമാപിക്കും. കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം നാളെയും മറ്റന്നാളുമായി കുമളിയിൽ നടക്കും. വനംവകുപ്പ് മന്ത്രി കെ രാജു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നാളെ രാവിലെ 10 മണിക്ക് പതാക ഉയർത്തി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. തുടർന്ന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ പീരുമേടി MLA ES ബിജിമോൾ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന വനംവകുപ്പ് മേധാവി ST ജോഷി, AITUC സംസ്ഥാന സെക്രട്ടറി KP ശങ്കർദാസ്, മുൻ MLA ബാബു പോൾ, ജോയിന്റ് കൌൺസിൽ ഭാരവാഹികളായ A സുരേഷ് കുമാർ, MM നജീം, D ബിനിൽ, KS രാകേഷ് തുടങ്ങിയവർ സംസാരിക്കും. വനംവകുപ്പ് ജീവനക്കാരുടെയോ അല്ലെങ്കിൽ വനംവകുപ്പിന്റെ നിലപാടിന്റെയോ മാത്രം പ്രശ്നമല്ല. ഏതെങ്കിലും നിയമങ്ങളോ നിലപാടുകളോ അല്ലെങ്കിൽ നയങ്ങളോ അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന ജനപക്ഷമല്ലെങ്കിൽ ജനവുമായി അത്തരത്തിൽ ജനപക്ഷവുമായി സംവദിക്കുന്നില്ലെങ്കിൽ അത് പരിഷ്കരിക്കുന്നതിനുള്ള നിലപാടാണ് ഉണ്ടാവേണ്ടതാണ്. ഈ സമ്മേളനം നമ്മൾ പ്രധാനമായും ഉയർത്തുന്നു ഈ ഒരു വിഷയത്തിൽ. പ്രതിനിധി സമ്മേളനം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി S വിജയകുമാർ നായർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് T വിജയൻ അധ്യക്ഷനായിരിക്കും. വൈകിട്ട് 5 മണിക്ക് കുമളി ജംഗ്ഷനിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ വാഴൂർ സോമൻ അധ്യക്ഷത വഹിക്കും. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പന്തിൻ രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. CPI ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ, ചന്ദ്രശേഖർ, P മോഹൻ തുടങ്ങിയവർ സംസാരിക്കും. കഞ്ഞിക്കുഴി KSEB സെക്ഷൻ ജീവനക്കാരുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി ടൗണിൽ വാഹന പ്രചരണ ജാഥ നടത്തി. വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായാണ് ജാഥ സംഘടിപ്പിച്ചത്. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ഉപയോഗം കുറയ്ക്കുവാനും വൈദ്യുതി സുരക്ഷയെക്കുറിച്ച് ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കഞ്ഞിക്കുഴി KSEB സെക്ഷനിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. മെയ് 1 മുതൽ 7 വരെ നടക്കുന്ന വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായാണ് കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ജാഥ പര്യടനം നടത്തിയത്. കഞ്ഞിക്കുഴി ഇലക്ട്രിസിറ്റിന്റെ പരിധിയിൽ വരുന്ന ജനങ്ങളെ എല്ലാവരെയും ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്, സുരക്ഷാ കാരണങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു റാലി നടത്തുന്നതിന് തീരുമാനിച്ചത്. വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിനും വാഹന പ്രചരണ ജാഥയ്ക്കും കഞ്ഞിക്കുഴി KSEB സെക്ഷൻ AE R രാജേന്ദ്ര പ്രസാദ് നേതൃത്വം നൽകി. മെയ് 7-ാം തീയതി കട്ടപ്പനയിൽ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കും. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയുടെയും ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടത്തുന്നത്. 7-ാം തീയതി ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ
കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ് സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത്. ക്യാമ്പിൽ ജനറൽ മെഡിസിൻ, ENT, നേത്രചികിത്സാ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ഹൃദ്രോഗ വിഭാഗം, ശ്വാസകോശ രോഗ വിഭാഗം, ന്യൂറോ സർജറി വിഭാഗം, മാനസിക രോഗ വിഭാഗം, മെമ്മറി ക്ലിനിക് തുടങ്ങിയ വിഭാഗങ്ങളുടെയും അനുബന്ധ വിഭാഗങ്ങളുടെയും സേവനം ലഭ്യമാകും. ഹൃദ്രോഗ വിഭാഗത്തിലും ശ്വാസകോശ രോഗ വിഭാഗത്തിലും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് മാത്രമേ പ്രവേശനമുണ്ടായിരിക്കൂ. നേത്രചികിത്സാ വിഭാഗത്തിൽ തിമിര ശസ്ത്രക്രിയ സൗജന്യമായി ചെയ്യും. കണ്ണടകൾ കുറഞ്ഞ വിലയ്ക്ക് ക്യാമ്പിൽ നിന്ന് ലഭിക്കും. ECG, RBS, PFT തുടങ്ങിയ ടെസ്റ്റുകൾ സൗജന്യമായി നൽകും. അസ്ഥിരോഗ വിഭാഗത്തിൽ അസ്ഥി ബലക്ഷയ നിർണയ പരിശോധന സൗജന്യമായി ചെയ്യുമെന്നും സംഘാടകർ അറിയിച്ചു. പ്രധാനമായും ECG ഹൃദ്രോഗത്തെ കണ്ടുപിടിക്കുന്നതിനുള്ള ടെസ്റ്റുകൾ, പിന്നെ രക്തത്തിലെ പഞ്ചസാര അറിയുന്നതിനുള്ള ഗ്ലൂക്കോസ്, ഷുഗർ അളക്കുന്നതിനുള്ള പരിശോധനകൾ, അതുപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ്, പിന്നെ അസ്ഥിയുടെ ബലം നിർണ്ണയിക്കുന്നതിനുള്ള ബോൺ മിനറൽ ഡെൻസിറ്റി, അതായത് അസ്ഥിയുടെ കാൽഷ്യം എന്തുമാത്രമുണ്ട്, അസ്ഥിക്ക് എന്തുമാത്രം ഉറപ്പുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള, ഇത് പ്രത്യേകിച്ച് വൃദ്ധജനങ്ങൾക്ക് തീർച്ചയായിട്ടും വളരെയധികം പ്രയോജനപ്പെടുത്തുന്ന പരിശോധനയാണ്. കാരണം അവർ വീഴ്ചകളിലൊക്കെ വളരെ പെട്ടെന്ന് അവരുടെ അസ്ഥിയൊക്കെ ഒടിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഒടിവുകൾ ഒക്കെ സംഭവിക്കുന്നത് നമുക്ക് നേരത്തെ ഈ അസ്ഥി ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിച്ചാൽ ഒരു പരിധിവരെ തടയാൻ പറ്റും. അപ്പോൾ അതിനുള്ള പരിശോധനകളൊക്കെ സൗജന്യമായിട്ട് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും 04868 257000 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. വാർത്താ സമ്മേളനത്തിൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് PV കുര്യൻ, IMA പ്രസിഡന്റ് ഡോക്ടർ ജോളി വർഗീസ്, ഷീനു ചാക്കോ, ജോസ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. മുരിക്കാശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്റർ സെക്ടർ കോർഡിനേഷൻ മീറ്റിംഗ് നടന്നു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പകർച്ചവ്യാധി പ്രതിരോധ നിയന്ത്രണ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇന്റർ സെക്ടർ കോർഡിനേഷൻ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. ഡെങ്കിപ്പനി, മലമ്പനി, ചിക്കൻഗുനിയ, എലിപ്പനി, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ്, വയറിളക്ക രോഗങ്ങൾ തുടങ്ങിയ പകർച്ചവ്യാധികളാണ് മഴക്കാലത്തെത്തുക. ഈ രോഗങ്ങളെ തടയുന്നതിനായാണ് ഇന്റർ സെക്ടർ കോർഡിനേഷൻ മീറ്റിംഗ് സംഘടിപ്പിച്ചത്. മുരിക്കാശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാജു ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫെബിൻ രാജു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജ്യോതിസ് ജോർജ് പദ്ധതി വിശദീകരിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ PR, ഡോളി തോമസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ EB ദിനേശൻ, മറ്റ് ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ നിരവധി കുടുംബശ്രീ പ്രവർത്തകരും ആശാപ്രവർത്തകരും പങ്കെടുത്തു. ഫിഷറീസ് വകുപ്പ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുരേന്ദ്രന് ജില്ലാ മത്സ്യ ക്ലബ് കോർഡിനേറ്റർമാർ യാത്രയയപ്പ് നൽകി. 30 വർഷത്തെ സേവനത്തിന് ശേഷമാണ് ഇദ്ദേഹം വിരമിക്കുന്നത്. ഫിഷറീസ് വകുപ്പിൽ 30 വർഷത്തെ സേവനത്തിനു ശേഷമാണ് ഫിഷറീസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സുരേന്ദ്രൻ വിരമിക്കുന്നത്. 52 പഞ്ചായത്തിൽ നിന്നുമുള്ള മത്സ്യ ക്ലബ് കോർഡിനേറ്റർമാർ യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുത്തു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ സുരേന്ദ്രന് ഉപഹാരവും നൽകി. യോഗത്തിൽ മധുരപലഹാരവും വിതരണം ചെയ്തു. യോഗത്തിൽ നോഡൽ ഓഫീസർ ജോയിസ്, നൌഷാദ്, മോഹൻദാസ്, സാബു കുറ്റിപ്പാലയ്ക്കൽ, റോയി കുര്യൻ, കുട്ടപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC കേഡറ്റുകളുടെ അവധിക്കാല ക്യാമ്പ് ആരംഭിച്ചു. ക്യാമ്പ് 6-ാം തീയതി സമാപിക്കും. പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC കേഡറ്റുകളുടെ അവധിക്കാല ക്യാമ്പ് കഴിഞ്ഞ ദിവസമാണ് ആരംഭിച്ചത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ KH മുഹമ്മദ് സലീം അധ്യക്ഷനായിരുന്നു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NM ജോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്മിത AS, KR ഷൈജു, രാജേഷ് PR തുടങ്ങിയവർ സംസാരിച്ചു. ആന്റണി മുനിയറ, അരുൺകുമാർ എന്നിവർ ക്ലാസ് നയിച്ചു. ശനിയാഴ്ച സമാപിക്കുന്ന ക്യാമ്പിന്റെ ഭാഗമായി ട്രാഫിക് ബോധവൽക്കരണം, ഭവന സന്ദർശനം, കലാകായിക പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിട്ടുണ്ട്. വെള്ളത്തൂവൽ SI S ശിവലാൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ KK ബിജു, ഷാജിറ, SPC കോർഡിനേറ്റർമാരായ KR ഷൈജു, അനു S എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകുന്നു. വൈദ്യുതി സുരക്ഷാ വാരാചരണത്തിന്റെ ഭാഗമായി KSEB കട്ടപ്പന ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ നാളെ ബൈക്ക് റാലി സംഘടിപ്പിക്കും. തുടർന്ന് കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാളിൽ ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരിക്കുമെന്നും എല്ലാ ഉപഭോക്താക്കളും ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നും KSEB അധികൃതർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. അക്വാപോണിക്സ് കൃഷിരീതിയിലൂടെ പച്ചക്കറി കൃഷിയിൽ വിജയം വരിക്കുകയാണ് കട്ടപ്പന സ്വദേശി തോണക്കര ജോസും മകൻ അജീഷും. മണ്ണില്ലാതെ മെറ്റലിനുള്ളിലാണ് ഇവരുടെ കാർഷിക പരീക്ഷണം. നേർക്കാഴ്ചയിലേക്ക്. ഇരട്ടയാർ നത്തുകല്ല് തോണക്കര ജോസും മകൻ അജീഷും കട്ടപ്പനയിൽ ഫിലിപ്സ് ഓട്ടോ സെയിൽസ് എന്ന സ്ഥാപനം നടത്തുകയാണ്.
അരനൂറ്റാണ്ടോളമായി കച്ചവട രംഗത്താണ് ഈ കുടുംബം. ഒപ്പം കൃഷിയെയും ഇവർ കൈവിട്ടില്ല. ഇന്റർനെറ്റിലൂടെയാണ് അക്വാപോണിക്സ് എന്ന കൃഷിരീതി ഇവർ മനസ്സിലാക്കുന്നത്. ആദ്യ പരീക്ഷണങ്ങൾ പരാജയമായിരുന്നു. പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ചു. ഇപ്പോൾ ഈ പരീക്ഷണം വിജയം കണ്ടു. ഒരു ബക്കറ്റിൽ നിറയെ കഴുകിയ മെറ്റൽ നിറയ്ക്കും. ഇതിലാണ് പച്ചക്കറി തൈകൾ നടുക. വ്യത്യസ്ത വലുപ്പമുള്ള 3 PVC പൈപ്പുകളിലൂടെയാണ് വെള്ളം എത്തിക്കുന്നത്. പച്ചക്കറി കൃഷിയോട് ചേർന്ന് മീൻ വളർത്തുന്ന ടാങ്ക്. ഈ വെള്ളമാണ് പച്ചക്കറിക്ക് എത്തിക്കുന്നത്. 40 മിനിറ്റ് ഇടവിട്ട് 20 മിനിറ്റ് വീതം വെള്ളം പച്ചക്കറി ബക്കറ്റിലെത്തും. ഈ വെള്ളം തന്നെയാണ് തിരികെ ടാങ്കിലേക്ക് ചെല്ലുന്നതും. തക്കാളി, ചീര, പാവൽ, പയർ, വെണ്ട എന്നിവയെല്ലാം ഇങ്ങനെ കൃഷി ചെയ്യുന്നു. മീൻ കുഞ്ഞുങ്ങളെ ഇടുന്നതിലും മുമ്പ് ഈ ബക്കറ്റോ കണ്ടെയ്നർ പാത്രങ്ങളിലോ ഈ മിറ്റിൽ നിറച്ച് ഈ അക്വാപോണിക്കിൻ്റെ യൂണിറ്റ് വെക്കുക. വെച്ചിട്ട് ഇതിൻ്റെ അകത്ത് ചെടി പിടിപ്പിക്കുക. ചെടി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം വരാനുള്ള മോട്ടർ ഉണ്ടാക്കിയിട്ട് വെള്ളം ഓസിൽ കൂടെ വരിക. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ച് ആ വെള്ളം ടാങ്കിലോട്ട് തന്നെ പോകുന്നു. അപ്പോൾ ആ വെള്ളത്തിലുള്ള മീനിൻ്റെ കാഷ്ടത്തിൻ്റെ അംശം ഈ മീറ്റിലെ പിടിക്കും. ഇതാണ് ചെടി വലിച്ചെടുക്കുന്നത്. അപ്പോൾ ചെടിക്ക് നല്ല വളർച്ചയും ഗ്രോത്തും കിട്ടും. അതുപോലെ തന്നെ മീനും എളുപ്പം വളരും. ഇതിൻ്റെ അകത്ത് മിറ്റിൽ കഴുകി നമ്മൾ ആദ്യം ഉപയോഗിക്കുന്നത്. മിറ്റിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഉപയോഗിക്കാം. കുറച്ച് സ്ഥലം മതി കൃഷിക്ക്. വളം വേണ്ട. മീൻവെള്ളം മാത്രം മതി. കൂടുതൽ സൂര്യപ്രകാശവും വേണം. മികച്ച വിളവാണ് ഇവർക്ക് ലഭിക്കുന്നത്. മണ്ണില്ലാതെയും കൃഷി വിജയിപ്പിക്കാമെന്ന് തെളിയിക്കുകയാണ് ജോസും മകൻ അജീഷും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. കുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന കാർഡമം പ്ലാന്റേഴ്സ് അസോസിയേഷൻ ഏലക്ക ലേലവിപരം. ആകലോട്ട് 213. വിൽപ്പനയ്ക്ക് വന്നത് 49,468. വിൽപ്പന നടന്നത് 49,468. കൂടിയ വില 1,205. ശരാശരി വില 1,009. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 525 രൂപ. ഏലം കൂടിയത് 950. ശരാശരി 800. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 120 രൂപ. ഗ്രാമ്പു 570 രൂപ. കൊക്കോ 37 രൂപ. റബ്ബർ 124 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,710 രൂപ. വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's ജ്വല്ലറി, കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കൻമാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ നീക്കം നിർഭാഗ്യകരമെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് PJ ജോസഫ്. പുതിയ കൂട്ടുകെട്ട് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. പ്രാദേശിക തലത്തിൽ UDFന് പിന്തുണ നൽകാനായിരുന്നു പാർട്ടി തീരുമാനമെന്നും PJ ജോസഫ്. വിവാദമായ മണക്കാട് പ്രസംഗത്തിൽ മന്ത്രി M. M. മണിക്കെതിരായ ഒരു കേസ് കോടതി തള്ളി. M. M. മണിയുടെ വിടുതൽ ഹർജി കോടതി അംഗീകരിച്ചു. വേനൽ മഴ ചതിച്ചതോടെ ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞു. അണക്കെട്ടിൽ ഇപ്പോഴുള്ളത് കഴിഞ്ഞ വർഷത്തേക്കാൾ 11 അടി വെള്ളം കുറവ്. ഇല്ലാത്ത പദ്ധതിയുടെ ധനസഹായത്തിന് അപേക്ഷയുമായി ആയിരങ്ങൾ ജില്ലാ കളക്ടറിൽ. ജനസാന്ദ്ര പദ്ധതിയുടെ അപേക്ഷയുമായി എത്തിയത് 6000-ഓളം വിധവകൾ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.